നമസ്കാരം ചങ്ങായിമാരെ, ഇത് നമ്മുടെ കൊറ്റാളിക്കാവിലേക്കുള്ള കാഴ്ചവരവ്, അതായത് കലശം വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. നമ്മുടെ ചേലേരി ആശാരിച്ചാൽ തായ്പര ദേവത ക്ഷേത്ര ആഘോഷ കമ്മിറ്റി തന്നെയാണ് ഈ ഒരു കാഴ്ചവരവ് ഒരുക്കുന്നത്. ഈ കമ്മിറ്റിയിലെ എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ചേർന്നുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുക്കലാണ്. ഈ ഒരു നാട്ടുകാരുടെ ഒരുമിച്ചുള്ള ഒരു ഒത്തുചേരൽ കൂടിയാണ് ഈ ഒരു കലശം വരവിന്റെ ഒരുക്കങ്ങൾ കേട്ടാ. കൊറ്റാളിക്കാവിൽ വർഷാവർഷം നടക്കുന്ന താലപ്പൊലി കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു കലശം വരവ് ഒരുക്കങ്ങൾ ഓരോരോ വീടുകളിൽ മാറി മാറിയാണ് ഉണ്ടാവാറ്. സ്വന്തം വീട്ടിലൊരു ഉത്സവം നടക്കുന്ന ആ പ്രതീതി തന്നെ. ഓരോ ആളും ഒപ്പത്തിനൊപ്പം മത്സരമാണ് കേട്ടോ. ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ശിവദാസേട്ടൻ. ഇവരൊറ്റ ഒരാൾ കൊണ്ടാണ് എനിക്കിവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടായത് കേട്ടാ. എന്നോട് 2 ദിവസം മുന്നേ വിളിച്ച് ശിവദാസേട്ടൻ പറഞ്ഞു, എടാ മോനെ, ഇവിടെ നല്ലൊരു പരിപാടി നടക്കുന്നുണ്ട്, നമ്മുടെ കലശം വരവിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും, നീ പറ്റുവാണെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് കേട്ടാ. ഇതൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നതല്ല ഇവിടെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ ഒരു വീഡിയോയിൽ പറത്താൻ വേണ്ടി എനിക്ക് തോന്നി കേട്ടാ. കലശത്തിനായിട്ടുള്ള ആ ഒരു കാഴ്ചവരവിനുള്ള ഒരുക്കങ്ങളാണിത്. ഈ പുള്ളിക്കാരൻ തന്നെയാണ് ഇതിന്റെ അമരക്കാരൻ കേട്ടാ. ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ മാതൃസമിതിയും. കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ വെപ്പിന്റെ കാര്യത്തിലേക്ക് കടക്കും. നമ്മുടെ മാതളനാരങ്ങ പച്ചടി, അതായത് അച്ചാറിന്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. 10:30 ഉപ്മാവ് റെഡിയായി, അതിനോടൊപ്പം തന്നെ ചോറും ഒരു സൈഡിൽ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇത് സാമ്പാറിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഒരു സൈഡിൽ വേറെ നടക്കുന്നുണ്ട്. ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു മുഖം കാണിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ആയി കേട്ടാ. നേരത്തെ നമ്മൾ പെണ്ണുങ്ങളെല്ലാം കൂടി മുറിച്ച് വെച്ച ആ ഒരു ചക്കയാണിത്, എലിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ വന്ന് 2 വീഡിയോ എടുത്ത് പോകാമെന്ന് വിചാരിച്ചാൽ ഞാൻ എന്തായി, ഇവിടുത്തെ മെയിൻ വെപ്പുകാരനായിട്ട് മാറി. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ കഴിയാറായി കേട്ടാ. വൈകുന്നേരം കൃത്യം 4 മണിക്ക് കലശം വരെ ഓരോ വീടുകളിലേക്ക് പുറപ്പെടും. ഞാനെടുത്ത് ഏകദേശം എത്ര വർഷമായി കാണുന്നത് ഇതേപോലെ ഈ കാഴ്ച വരവ്? എത്ര വർഷത്തെ കാഴ്ചയത്? ഏകദേശം എത്ര വർഷമായി? ഒരു 65 വർഷത്തോളമായി ഇതിങ്ങനെ കാണുന്നല്ലേ. ഇപ്പം എത്ര വയസ്സായി ജാനകി? നമുക്ക് ഏകദേശം 80 വയസ്സ് അല്ലേ. നമ്മളെ ജാനകമ്മ കേട്ടാ. നമ്മളിവിടെ കലശത്തിന് വന്നപ്പോൾ പരിചയപ്പെട്ടിട്ട് കുറേ കലശത്തിൻ്റെ കഥകളെല്ലാം ഇങ്ങനെ പറഞ്ഞു തരാം. അങ്ങനെ ചമയക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ആ ഒരു ചടങ്ങുകൾക്കൊക്കെ തുടക്കമായി. ഈ ഒരു ചടങ്ങിൽ കടലയും കള്ളൊക്കെ ആയിട്ട് ആ ഒരു പ്രസാദമൊക്കെ എനിക്ക് കിട്ടി. അടുക്കള വശത്ത് വന്നപ്പോൾ നമ്മളെ ശിവദാസേട്ടൻ്റെ ചക്കലിശ്ശേരി റെഡിയായിട്ടാ. ഇത് അടുപ്പിന് കൊടുക്കുന്ന ഒരു ചടങ്ങ് അടുപ്പിലേക്ക് ഇട്ട്. അങ്ങനെ ഉച്ചഭക്ഷണത്തിന്റെ സമയമായി. എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്ക് തന്നെ വീടുകളിലേക്ക് ഈ കലശം വരവ് പോകാൻ തുടങ്ങി. തായ്പരദേവത ക്ഷേത്രത്തിൽ ഏകദേശം 6 മണിയോടുകൂടി എത്തിയട്ടാ. ഈ ഒരു ക്ഷേത്രമുറ്റത്തേക്ക് വരുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ വീടുകളും കയറി ഒരു കാഴ്ച രാത്രി 12 മണിയൊക്കെ ആവും കൊറ്റാളിക്കാവിലെത്താൻ. ക്ഷേത്രത്തിലെ ഭഗവതിയെ പോലെ ഇങ്ങനെ നോക്കിയേക്കുന്ന ഒരു അമ്മമ്മേനെ കണ്ട. ഈ ഒരു കാഴ്ചവരവിന്റെ കൂടെ പോകുന്ന ഒരു യാത്രയൊക്കെ ഭയങ്കര രസമായിട്ടാ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ കലശം എടുക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായിട്ടാ. അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മറ്റ് വീടുകളിലേക്ക് യാത്ര തുടങ്ങും. ഓരോ വീടുകളിലും ഈ ഒരു കലശം വരവിനായുള്ള കാത്തിരിപ്പായിരുന്നു. വീടുകൾ തോറും കയറി ചെല്ലുമ്പോൾ അവിടുത്തെ വീട്ടിലെ ആളുകളുടെ മുഖത്തുള്ള ഒരു സന്തോഷമൊക്കെ കാണേണ്ടത് തന്നെയായിരുന്നു. രാത്രി 12 മണി മുതൽ വീരൻ ദൈവത്തിന്റെ തെറിയായിരുന്നു. അതും പരുത്തി വീരനാണ് കേട്ടാ. സമയം ഏകദേശം പുലർച്ചെ 3 മണിയായിട്ടാ. ക്ഷേത്രത്തിലെ മഞ്ഞക്കുറിയും വാങ്ങി നമ്മുടെ ദണ്ഡൻ ദൈവത്തിനായുള്ള കാത്തിരിപ്പ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടാ ഞാൻ ഈ ഒരു തെയ്യത്തിനെ കാണുന്നത്. ചുറ്റും തീപ്പന്തം നിറഞ്ഞ ഈ ഒരു തെയ്യത്തെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി കേട്ടാ. അതിനിടയിൽ ഓരോരോ ചടങ്ങുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടാ. ഖണ്ഡകർണന്റെ ആ ഒരുക്കങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. മുടിയിൽ വെച്ച പന്തങ്ങൾക്ക് അങ്ങനെ തീ കൊളുത്തി ഖണ്ഡകർണൻ തെയ്യം ഇറങ്ങിയട്ടാ. ഈ ഒരു സമയത്ത് പല ദേശങ്ങളിൽ നിന്ന് വന്ന ആ ഒരു കലശം വരവൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങിയട്ടാ. ഈ ഒരു അത്ഭുത കാഴ്ചകൾ ഒരുപാട് വിദേശികൾ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ കൊറ്റാളിക്കാവിൽ ഈ ഒരു കാഴ്ച മറക്കാനാവാത്തൊരു അനുഭവമായിട്ട് മാറിയട്ടാ. വളകൾ കൊണ്ട് നിറഞ്ഞ ഈ ഒരു അലങ്കാരങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാ. 80കളിലും 90കളിലൊക്കെ തെയ്യം കാണാൻ വരുന്ന ആളുകളെ കണ്ട എന്തൊരു സന്തോഷം അവരുടെ മുഖത്തൊക്കെ. സമയം ഇപ്പം രാവിലെ ഒരു 5:30 കഴിഞ്ഞ് 6 മണി ആവാൻ വേണ്ടി പോകുന്നട്ടാ. നല്ല ക്ഷീണം. ഒരു ചായയും ഒരു ഉണ്ടംപൊരിയും കഴിക്കാന്ന് വെച്ച് ഈ ഒരു കടയിലേക്ക് വന്നതാ.